2025 റിലീസായ ഡീപ്പ് അഫെക്ഷൻ ഐസ് എന്ന വളരെ മനോഹരമായ ഒരു ചൈനീസ് കഥയാണ് നമ്മൾ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ഏമെങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. ഏമെങ് ഇപ്പോഴത്തെ ജോലി സ്ഥലത്ത് അവളുടെ പ്രധാന എതിരാളിയായ ജിയാങ് എന്ന പെൺകുട്ടിയുമായി ഒരു ചെറിയ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കുറച്ച് കലിപ്പാണ് അവിടുത്തെ മോഡ്. ഒരു പ്രോജക്റ്റ് ബോസിനെ സോപ്പിട്ട് ജിയാങ് തന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതിനെ പറ്റി ഏമെങ് ചോദ്യം ചെയ്യുമ്പോൾ, നിനക്കതൊന്നും ചെയ്യാൻ യാതൊരു കഴിവുമില്ല, എപ്പോഴും എന്റെ അടുത്ത് തോറ്റു പോവാൻ മാത്രമുള്ള ഒരാളെ നീ എന്നെല്ലാം പറഞ്ഞ് ഏമെങ്ങിനെ ജിയാങ് കളിയാക്കുന്നുണ്ടായിരുന്നു. നീ എല്ലാ ബോയ്സിനെ സോപ്പിട്ട് കാര്യങ്ങൾ ഇങ്ങനെ എളുപ്പം നേടിയെടുക്കുന്നത് അത്ര വലിയ കഴിവാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഏമെങ് പറയുമ്പോൾ അതങ്ങനെ വലിയ സംസാരത്തിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് കലിപ്പാവുന്ന ജിയാങ് ഒരു കയ്യാങ്കളിയിലേക്ക് അത് കൊണ്ടുപോകുമ്പോൾ, ഓൾറെഡി താൻ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഈ ജിയാങ് കാരണം ബോസ് അവൾക്ക് വേണ്ടിയേ എല്ലാ റെക്കഗ്നിഷനും നൽകുന്നുള്ളൂ, തനിക്ക് വേണ്ട അംഗീകാരം ഒന്നും തരുന്നില്ല എന്നും കൂടി കലിപ്പുണ്ടായിരുന്നു. ഏമെങ് ഇപ്പൊ ഇവിടെ അടിയും കൂടി ആവുമ്പോ ഈ ജോലിയെ വേണ്ടാന്ന് വെച്ച് തിരിച്ചവളുടെ നാട്ടിലേക്ക് പോകാനായി തീരുമാനിക്കുന്നു. അങ്ങനെ നമ്മൾ ഏമിങ്ങിന്റെ നാട് കാണുമ്പോഴേക്കും അവിടെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഫാങ് ഉണ്ടായിരുന്നു. ഫാങ് ഒരു ഷോപ്പ് നടത്താണ്. കൂടെ ഫാങ്ങിന്റെ മകനുണ്ട്. മറ്റൊരു ഫ്രണ്ടായ ചെങ്ങ് വിളിച്ച് ഏമിങ് നാട്ടിലേക്ക് വരുന്നു എന്ന കാര്യം പറയുമ്പോൾ, ആണോ എന്ന് ആ ഒരു കാര്യത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഏമിങ് നാട്ടിലെത്തുന്നുണ്ട്. ഏമിങ്ങിനെ കണ്ട് ഭയങ്കര സന്തോഷത്തിൽ ഫാങ് പക്ഷെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ ജോലി റിസൈൻ ചെയ്ത് വന്നിരിക്കുകയാണ്. ഒപ്പം മുഖത്ത് നല്ല അടി കിട്ടിയ പാടുണ്ടെന്ന് കാണുമ്പോൾ, നീ അടിയും കിട്ടി ജോലി റിസൈൻ ചെയ്ത് വന്നിരിക്കുകയാണോ, നീ ഇങ്ങനെ തകർന്നു പോകേണ്ട ഒരാളല്ല എന്നൊക്കെ പറഞ്ഞ് അവളോട് സംസാരിക്കുമ്പോൾ, ഞാനൊരു ബ്രേക്കിന് ഇങ്ങോട്ട് വന്നതാ, കുറച്ച് നാള് ഹെക്ടിക് വർക്ക് ചെയ്യുന്ന ഒരു മാറ്റം, എന്തായാലും ഞാൻ തകർന്നു പോയില്ല, ഞാൻ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരുമെന്നല്ല ഏമെങ്ങും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഏമെങ്ങ് തിരിച്ച് അവളുടെ കുടുംബ വീട്ടിലേക്ക് പോവാണ്. അവിടെ അവളുടെ ആന്റിമാരും എല്ലാവരും ഉണ്ടല്ലോ. കണ്ടപാടെ അവൾക്ക് ഒരു ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്യുന്നതിനെ പറ്റിയാണ് അവളുടെ രണ്ടാമത്തെ ആന്റി സംസാരിക്കുന്നത്. ആന്റി ഒരു ബ്രോക്കർ ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ ഇപ്പൊ വന്ന് കയറിയതല്ലേ ഉള്ളൂ ആന്റി എന്നല്ല അവൾ പറയുമ്പോൾ, നല്ലൊരു ഡോക്ടർ പയ്യന്റെ ആലോചനയുണ്ട്, പറ്റിയ ആലോചനയാ, എന്തായാലും ആളെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുമ്പോൾ അവൾ അത് വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ എമ്മിങ്ങനെ അങ്ങനെ വിടാനായി ഇവർ തയ്യാറല്ല. കാരണം അവളുടെ ആന്റിമാർക്കൊന്നും തന്നെ മക്കളില്ല. ആ കുടുംബത്തിലുള്ള ഒരേ ഒരു കുട്ടി ഏമെങ്ങാണ്. അവൾ വഴി വേണം ഇനി ഈ ഫാമിലി ലൈൻ മുന്നോട്ട് പോകാൻ. അവൾ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായി ഈ ഒരു പാരമ്പര്യം അങ്ങനെ നിലനിൽക്കണം എന്നതാണ് ഇവരുടെ ആഗ്രഹം തന്നെ. അതുകൊണ്ട് തന്നെ ഇവർ അവളുടെ കല്യാണക്കാര്യത്തില് ഭയങ്കര കോൺഷ്യസ് ആണ്. ഇവിടെ തന്നെ ജീവിക്കുന്ന, ഇവരുമായി ഒത്തുപോകാൻ സാധിക്കുന്ന ഒരു മരുമകനെ തന്നെ കുടുംബത്തിലേക്ക് വേണം, നല്ലൊരു പയ്യനെ ഇവൾക്ക് കിട്ടണം എന്നതൊക്കെയാണ് അവരുടെ താല്പര്യം. അതുകൊണ്ട് തന്നെ മിസ്റ്റർ ഡോക്ടർ ഗവോ എന്ന ഒരാളെ ആന്റി ആലോചന കിട്ടിയപ്പോൾ തന്നെ ഏമിങ്ങിന് വേണ്ടി നോക്കി വെച്ചിരിക്കുകയാണ്. വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫിസിഷ്യൻ ആണ്, ഇവരുടെ കുടുംബത്തിന് പറ്റിയ ആളാണെന്നൊക്കെ പറയുമ്പോഴും അവൾ വലിയ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ആന്റി പറഞ്ഞ കണക്ക് തന്നെ ഡോക്ടർ ഗവോ അന്ന് ഏമിങ്ങിനെ കാണാനായി എത്തുന്നുണ്ട്. പക്ഷെ ഏമിങ് ഒരു പെണ്ണ് കാണലിനൊന്നും ഒട്ടും റെഡി അല്ലായിരുന്നല്ലോ. അവൾ ഒരുങ്ങാണെന്ന രീതിക്ക് മുറിയിൽ കയറി വേഗം തന്നെ അവിടുന്ന് ജനാല വഴി എസ്കേപ്പ് ആവാനായി ശ്രമിക്കുന്നുണ്ട്. ഇതേ ടീം തന്നെ അവിടെ ഫുഡ് ഡെലിവറി ചെയ്യാനായി ഒരു പയ്യൻ എത്തിയിട്ടുണ്ടായിരുന്നു. ആ പയ്യനെ ഒന്ന് ശ്രദ്ധിച്ചോ, അവനാണ് നമ്മുടെ കഥാനായകൻ, പേര് ജിന്യു. അങ്ങനെ ജിന്യു ഫുഡ് ഡെലിവറി ചെയ്ത് പുറത്തേക്ക് എത്തുമ്പോഴേക്കും ഏമിങ് ജനാല വഴി എങ്ങനെ ചാടാന്ന് നോക്കുമ്പോഴാണ് താഴെ ഒരു പയ്യനെ കാണുന്നത്. ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ച് അവളുടെ ബാഗ് അവന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കുകയും അവന്റെ കൂടി സഹായത്തോടെ അവൾ ജനാല വഴി ചാടുകയും ചെയ്യുന്നുണ്ട്. കണ്ടപ്പോ വീക്കാണെന്ന് തോന്നി, പക്ഷെ നല്ല സ്ട്രോങ് ആണല്ലോ, സഹായിച്ചതിന് താങ്ക്സ്, ഷട്ടിലൊക്കെ അഴുക്കായി സോറി എന്നൊക്കെ പറഞ്ഞ് അവൾ അവനോട് സംസാരിക്കുമ്പോൾ അവൻ ഒരു മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവളാകട്ടെ അവിടെ നിന്ന് എസ്കേപ്പ് ആയ ശേഷമാണ് ഏമങ് അവിടെ ഇല്ല എന്ന കാര്യം ആന്റി ശ്രദ്ധിക്കുന്നത്. അയ്യോ ഇവരുടെ മുന്നിൽ ഇനി എന്തോ പറയുന്ന ആന്റിക്ക് ആകെ ടെൻഷൻ ആവുന്നു. അപ്പോഴേക്കും ഏമങ് നേരെ ചെല്ലുന്നത് അവൾ മുന്നേ ഫാമിലിയായി താമസിച്ചിരുന്ന അവിടെ അടുത്ത് തന്നെയുള്ള വീട്ടിലേക്കാണ്. ആ വീടിപ്പോ അടഞ്ഞു കിടക്കാണ്. അവിടെ അവൾ അങ്ങോട്ട് പോകുന്ന വഴി ഇലക്ട്രിക് ബൈക്ക് ഓടിച്ചു പോകുന്ന ജിന്യുവിനെ നമുക്ക് കാണാം. ആ അടഞ്ഞു കിടക്കുന്ന വീടിന്റെ അവിടെ എത്തി അവൾ അവിടെ ഒരു ഷോപ്പാണ് ഇപ്പൊ തപ്പുന്നത്. അവിടെ താമസിച്ചിരുന്ന ടീം ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫുഡ് കഴിക്കാറുണ്ടായിരുന്ന ഷോപ്പ് അതിപ്പോ കാണുന്നില്ല. ഇപ്പൊ മറ്റൊരു ഷോപ്പ് അവിടെ കണ്ട് ആ പഴയ ഷോപ്പിനെ പറ്റി തിരക്കുമ്പോൾ മിനിറ്റിന് പുതിയ ഷോപ്സ് വരുന്ന കാലഘട്ടമായത്. ഈ ഒരു സമയത്ത് വന്ന് പഴയ ഷോപ്പ് എവിടെയെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്തോ പറയാനാണെന്ന് ആ കടക്കാരിൽ താല്പര്യമില്ലാതെ പറയുന്നുണ്ട്. അങ്ങനെ അവൾ വേഗം തന്നെ ഫ്രണ്ടായ ഫാങ്ങിനെ വിളിച്ച് ഇവിടെ ഒരു ക്രാബ് റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നല്ലോ, അത് എവിടെയാണെന്നൊക്കെ തിരക്കുമ്പോൾ എനിക്കറിയില്ല, ഞാൻ ഒന്ന് അന്വേഷിച്ച് നോക്കാന്ന് ഫാങ് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ മാറി ഒരു ഫുഡ് ഡെലിവറി ബോയ് നിൽക്കുന്നത് ഏമെങ്ങ് ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഇത് മുന്നേ അവളെ ഹെൽപ്പ് ചെയ്ത അതേ പയ്യനാണെന്ന് അവൾ കാണുന്നുണ്ട്. അവനോട് ആ റെസ്റ്റോറന്റിന്റെ കാര്യം തിരക്കുമ്പോൾ അവനത് അറിയാവുന്ന മനസ്സിലാക്കുന്ന അവൾ അങ്ങോട്ടേക്ക് ഒരു റൈഡ് തരുമോ, എന്തായാലും അങ്ങോട്ട് പോവല്ലേ എന്ന് അവനോട് ചോദിക്കുന്നു. കാരണം അവൻ അവിടത്തേക്ക് ഫുഡ് ഡെലിവറി ചെയ്യാറുണ്ട്. തുടർന്ന് അവന്റെ കൂടെ ആ ഒരു റെസ്റ്റോറന്റിലെത്തി അവൾ കഴിക്കാൻ ആഗ്രഹിച്ച ആ ഒരു ഞണ്ട് കറി കൂട്ടി കഴിച്ചോണ്ടിരിക്കുന്ന ടീമാണ് ഫ്രണ്ട് വിളിച്ച് ആ റെസ്റ്റോറന്റിന്റെ കാര്യത്തെ പറ്റി പറയുന്നത്. ഓ ഞാൻ അവിടെ എത്തി, ദേ ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ് എന്നവൾ പറയുമ്പോൾ, ഓ നീ അതിനിടയിൽ ആ റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചോ, ആരാ പറഞ്ഞു തന്നേന്നൊക്കെ ഫാങ് തിരക്കുമ്പോൾ ഒരു ചെറിയ പയ്യനെ കണ്ടു. അവനോട്
എന്നോട് ചോദിച്ചറിഞ്ഞു എന്നല്ല നമ്മുടെ ജിന്യുവിനെ ചെറുതായി പരാമർശിച്ചുകൊണ്ട് എയ്മിങ് അവിടെ പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ആന്റി എയ്മിങ്ങിനെ വിളിച്ച് നീ ഇത് എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ടീം എയ്മിങ് ഫെങ്ങിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നത് ആന്റി, ഞാൻ പിന്നെ ആ ഡോക്ടറെ പോയി കണ്ട് പുള്ളിയുടെ ഒരു ഫുഡൊക്കെ കഴിക്കാന്നേ, ഇന്ന് എന്തായാലും എന്നെ എക്സ്ക്യൂസ് ചെയ്തേ പറ്റൂ എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ഓർത്തെടുത്ത് എയ്മിങ് ഫാങ്ങിനോട് എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും തിരക്കിയ നീ ഹോസ്പിറ്റലാ, ഞാൻ നിന്റെ കൂടെ ആണെന്നേ പറയാവുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ അവൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അവിടെ ജിന്നിയും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അവനെ അവളൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അവന്റെ അടുത്തേക്ക് ആരോ എത്തി നമ്പറൊക്കെ ചോദിക്കുമ്പോൾ അവൻ നമ്പർ കൊടുക്കുകയും ഫുഡ് കഴിക്കുകയും ചെയ്യുന്നതൊക്കെ പ്രത്യേകമായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നവൾ ഇനി എങ്ങനെ വീട്ടിൽ കയറും എന്നതാണ് പിന്നീട് ചിന്തിക്കുന്നത്. അങ്ങനെ രാത്രി പതിയെ മുത്തശ്ശിയെയും ആന്റിമാരെയും ഉണർത്താതെ വീട്ടിൽ കയറാന്ന് കരുതുന്നുണ്ടെങ്കിലും അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവർ ലൈനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവളെ കൈയോടെ പിടികൂടാനേ. അങ്ങനെ അവളെ കണ്ടപാടെ അവർ ഗുവിനെ ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ? മിസ്റ്റർ ഗു നല്ല പയ്യനാ, നല്ലൊരു ഡോക്ടറാ, നിനക്ക് പറ്റിയ ആളാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്തോ ആ ഡോക്ടർ ഒന്നും ഇഷ്ടാവില്ല, അതുകൊണ്ട് വെറുതെ കാണാൻ വരാഞ്ഞത്. പിന്നെ ശരിക്കും ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് അവളൊരു ഫോട്ടോ എടുത്ത് കാണിക്കുന്നു. അതിനകത്ത് ഫാങ്ങിന്റെ കാലൊടിഞ്ഞ് ഫാങ് ഇപ്പൊ ഹോസ്പിറ്റലിലാണ്. ഫാങ്ങിന്റെ കാലൊടിഞ്ഞ് ഫാങ്ങിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് തന്നെയാണ് മുന്നേ ആന്റിയോടും എയ്മിങ്ങും പറഞ്ഞിരുന്നത്. ഇപ്പൊ അതേ കണക്ക് അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി എന്നതിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിന്റെ കരുനാക്കാണോ, നിനക്ക് സമാധാനമായോ എന്നൊക്കെ ചോദിച്ച് അതിപ്പോ കാണിച്ച് തൽക്കാലം എസ്കേപ്പ് ആവാനായി എയ്മിങ്ങിന് സാധിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം അവൾ ഫാങ്ങിനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴേക്കും ഓ നിന്റെ കരുനാക്ക് തന്നെ, അതെ നീ പറഞ്ഞ നാക്ക് വായിലിടും മുന്നേ ഞാൻ അതേ രീതിക്ക് ഹോസ്പിറ്റലിലായില്ലെന്നല്ല ഫാങ് കിടന്ന് സങ്കടപ്പെടുമ്പോ. അങ്ങനെ ഇവരവിടെ ഇരുന്ന് സംസാരിക്കുമ്പോ തൊട്ടടുത്ത് ബെഡിൽ നിന്ന് ഒരു സൗണ്ട് നോക്കുമ്പോ അവിടെ ഒരു മുത്തശ്ശിയുണ്ട്. ആ മുത്തശ്ശി ഇവരുടെ സംസാരം കേട്ട് എയ്മിങ്ങിനോട് നീ അങ്ങ് വളർന്നു പോയില്ലോ മോളെ, നിനക്ക് ഓർമ്മയില്ലേ നിങ്ങളുടെ പഴയ വീടിന്റെ അടുത്ത് താമസിച്ചിരുന്നവരാ ഞങ്ങളെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് ആ മുത്തശ്ശിയുടെ അടുത്തുള്ള പയ്യനെ എയ്മിങ് ശ്രദ്ധിക്കുന്നത്. മറ്റാരുമല്ല ജിന്യു തന്നെ. ജിന്യുവിന്റെ മുത്തശ്ശിയാണത്. മുത്തശ്ശി ഇവർ നെയ്ബേഴ്സ് ആണെന്ന് ഇപ്പൊ പറഞ്ഞിരുന്നല്ലോ. കുട്ടിക്കാലത്ത് ജിന്യുവും എയ്മിങ്ങും കണ്ടിട്ടുണ്ട്, പക്ഷെ അവരുടെ ഓർമ്മയിലൊന്നും അതില്ല. എന്തായാലും ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ടീം മുത്തശ്ശി ഇവരെ തമ്മിൽ ഇപ്പൊ പരിചയപ്പെടുത്താൻ നോക്കുമ്പോ അവൾ ഹായൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ ജസ്റ്റ് ചുമ്മാ തലയാട്ടി ചാടയിലിരിക്കുകയാണ്. എന്താ ഈ പയ്യൻ കൊള്ളാവോ, മിസ്റ്റർ ഗുവിനെ നീ ഒഴിവാക്കി ഈ പയ്യൻ നിന്റെ ടൈപ്പ് ആണെന്നെല്ലാം ഫാങ് ഇവര് ഇപ്പൊ കണ്ടിങ്ങനെ കമന്റ് അടിക്കുമ്പോ അവൻ എന്റെ ടൈപ്പ് അല്ലാന്നൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും മുത്തശ്ശിയാട്ടെ ഇവന് ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്നിങ്ങനെ ഒരു കുശലം പറയും ആ പെൺകുട്ടിയെ പറ്റി പറയുകയും ചെയ്യുമ്പോഴാണ് എയ്മിങ് മുന്നേ വർക്ക് ചെയ്ത കമ്പനിയിൽ അവളുടെ എതിരാളിയായി ജോയിൻ ചെയ്ത ജിയാങ് ആണ് ജിന്യുവിന്റെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ട് എന്ന് അറിയുന്ന അവൾ ആകെ ഷോക്ക് ആവുന്നുണ്ട്. അവളാകട്ടെ പിന്നീട് ബില്ലടക്കാനായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ജിന്യുവിനെ കാണുമ്പോൾ നിന്റെ ഗേൾ ഫ്രണ്ട് ഇല്ലേ, അവൾക്കിപ്പോ അവിടെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, വല്ലതും അറിയാവോ എന്ന് പറഞ്ഞ് ആ കാര്യങ്ങളെ പറ്റി ഓർക്കാണ്. അതായത് എയ്മിങ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കമ്പനിയിൽ ഈ അടുത്ത് ജോയിൻ ചെയ്ത ജിയാങ് ആകട്ടെ ബോസുമായി റിലേഷൻഷിപ്പ് സ്ഥാപിച്ച് അത്രയും നാള് എയ്മിങ് ഒക്കെ കഷ്ടപ്പെട്ട് ചെയ്ത പ്രോജക്റ്റ് അവസാന ഘട്ടം ആവാൻ നേരം അത് സ്വന്തമാക്കി അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുകയായിരുന്നു. എയ്മിങ്ങിനോട് വേറെ പ്രോജക്റ്റ് പോയി ചെയ്യാനായി ബോസ് ജിയാങ്ങിന് വേണ്ടി പറയുകയും ചെയ്തു. ഈ ഒരു കാര്യത്തിന്റെ മേലിലാണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട വഴക്ക് നടന്നത്. എന്തായാലും അതിപ്പോ ഓർക്കുന്നവൾ ജിയാങ്ങിന്റെ റിലേഷൻഷിപ്പിനെ പറ്റി ജിന്യുവിനോട് പറയുമ്പോ ഓ എന്റെ ഗേൾ ഫ്രണ്ടിന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഓർത്ത് നീ ഇത്ര ആവില്ലാതെ പിടിക്കുന്ന എന്തിനാ, എന്താ നിന്റെ ബോയ് ഫ്രണ്ടിനെ വല്ലാണോ അവൾ തട്ടിയെടുത്തെന്നല്ല ജിന്യു കളിയാക്കുന്ന കണക്ക് സംസാരിച്ച് അവിടെ നിന്ന് പോകുന്നു. ഇതിനോട് പറയുമ്പോൾ എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് മട്ടിലായിരുന്നു എയ്മിങ്. പക്ഷെ പിന്നീട് അവൾ തിരിച്ച് ഫാങ്ങിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ നീ ആ പയ്യനോട് വല്ലതും പറഞ്ഞോ, ജിയാങ്ങിന്റെ കാര്യം വല്ലോ, അതുകൊണ്ടാണോ അവൻ ഇങ്ങോട്ട് കുറച്ച് അപ്സെറ്റ് ആയിട്ടാണല്ലോ വന്നതെന്നല്ല ഫാങ് പറയുമ്പോഴാണോ ഓ ഞാൻ പറഞ്ഞത് അപ്പൊ ഇവന്റെ മനസ്സിൽ കൊണ്ടിട്ടുണ്ടെന്ന് എയ്മിങ്ങിന് മനസ്സിലാവുന്നത്. എയ്മിങ് ജോലി കളഞ്ഞു വരാൻ കാരണക്കാരിയായ അതേ ജിയാങ് തന്നെയാണ് ജിന്യുവിന്റെ ഗേൾ ഫ്രണ്ട് എന്ന് അപ്പോഴേക്കും ഫാങ്ങിനും മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്തായാലും അവിടെ നിന്ന് അന്ന് നൈറ്റ് പോകാനായി ഇറങ്ങുന്ന എയ്മിങ് ആവട്ടെ അവിടെ ഒരു കൊച്ചുകുട്ടിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജിന്യുവിനെ കാണുന്നുണ്ട്. അവൻ അവിടെ ചോക്ലേറ്റ് കഴിച്ചോണ്ട് നിൽക്കുമ്പോൾ ആ കുട്ടി എനിക്കും ചോക്ലേറ്റ് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ എവിടെ ചോക്ലേറ്റ് എന്നൊക്കെ ചോദിച്ച് അവൻ ആ കുട്ടിയുടെ അടുത്ത് തമാശ കാണിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ കുട്ടിയും അവനെ ചോക്ലേറ്റ് കിട്ടിക്കഴിയുമ്പോൾ അതിന് താങ്ക്സ് പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ ബ്ലാക്ക് ഡ്രസ്സിൽ നല്ല സ്റ്റൈൽ ആയിട്ടുണ്ട്, ഒരു ഗ്രിം റീപ്പറിനെ കണക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് അവന് ഗ്രിം റീപ്പർ നാളെ നമുക്ക് കാണാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നത് കണ്ട് ചിരിച്ചോണ്ടാണ് അവൾ അവിടെ നിന്ന് അന്ന് മടങ്ങിപ്പോയത്. എന്തായാലും അന്ന് ജിയാങ്ങിന് ജിന്യു മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, നിനക്ക് പുതിയ ബോയ് ഫ്രണ്ട് ഒക്കെ ആയില്ലേ, അപ്പൊ അതിനെപ്പറ്റി എന്നോട് എന്താ പറയാത്തതെന്ന്. അങ്ങനെ അടുത്ത ദിവസമായിട്ട് ഫാങ്ങിനെ കാണാൻ പോകുന്നതിന് മുന്നേ അവൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാനായി ഹോസ്പിറ്റലിന് അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് എയ്മിങ് പോകുന്ന ടീം അവിടെ ജിന്യു എത്തിയിട്ടുണ്ട്. അവൻ ബില്ലടിക്കുന്നതിന് മുന്നേ ബില്ലടിക്കണമെന്ന രീതിക്ക് അവൾ വേഗം പോയി കൗണ്ടറിൽ പോയി നിൽക്കുമ്പോൾ അവിടെ സിസ്റ്റം കംപ്ലൈന്റ് ആയതുകൊണ്ട് തന്നെ കയ്യിൽ ബില്ല് എഴുതാണ്. ജിന്യു ആട്ടെ പെട്ടെന്ന് അവളുടെ കയ്യിലുള്ള സാധനങ്ങൾ കണ്ട് അത് കൂട്ടി ഇത്രയും രൂപയായി എന്ന് പറഞ്ഞ് അടുത്ത ആളെ ബില്ലടിക്കാനായി പറയുമ്പോൾ കറക്റ്റ് അത്ര എമൗണ്ട് തന്നെയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. ഇവൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മനക്കണക്ക് കൂട്ടിയെടുത്തല്ലോ എന്ന് അവൾ ഒരുമാതിരി ഇംപ്രസ്ഡ് ആയ കണക്ക് അവനെ പറ്റി ചിന്തിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ട്. അങ്ങനെ അവൾ ഫാങ്ങിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ദേ അവൻ ബ്രേക്കപ്പ് ആയി കേട്ടോ,
ഇന്നലെ ഇവിടെ ഇരുന്നു മുത്തശ്ശി അവനും കൂടി ബ്രേക്കപ്പിനെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. മുത്തശ്ശി അവന് ബ്രേക്കപ്പ് ക്ലാസ് ഒക്കെ എടുക്കുന്നത് ഞാൻ കേട്ടിരുന്നു എന്നല്ല ഫാങ് പറയുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് അവൻ ജിയാങ്ങിനോട് ബ്രേക്കപ്പ് ചെയ്തു എന്നത് അവൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അവൾ അവിടെ ഇരുന്ന് ഫാങ്ങിനോട് സംസാരിക്കുമ്പോൾ അപ്പുറത്ത് ആ മുത്തശ്ശിയെ പരിശോധിക്കുന്ന ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് ഗെയിമിങ്ങിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ഡോക്ടർ ഗു ആണ്. കഴിഞ്ഞ ദിവസം പെണ്ണ് കാണാൻ വന്ന അതേ ഡോക്ടർ തന്നെ. പക്ഷെ അവളാകട്ടെ ഈ ഡോക്ടറെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അവൾ പുറത്തേക്ക് ഇറങ്ങി ജിന്നുവിനെ ഒന്ന് കാണാമെന്ന് കരുതി അവൻ എവിടെയാണെന്ന് അന്വേഷിച്ച് നേരെ ഒരു ബാറിലേക്കാണ് ചെല്ലുന്നത്. അവൾ അവിടെ എത്തുമ്പോഴേക്കും അവിടേക്ക് മറ്റൊരാളും കൂടി വരുന്നുണ്ട്, ചെങ്. നമ്മൾ കഥയുടെ തുടക്കത്തിൽ ഫാങ്ങിനെ വിളിച്ച് ഏമെങ് നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ ഒരാളില്ലേ, ചെങ്. അതേ ചെങ് തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നു. ചെങ്ങിനെ കണ്ടപാടെ അവിടെ നിന്ന് ഏമെങ് ഓടി ഒളിക്കാൻ നോക്കുന്നുണ്ട്. ഇതേ ടീം ചെങ്ങിനെ അവിടെ ഒരാൾ തടയാണ്. ആക്ച്വലി ഇത് ചെങ്ങിന്റെ തന്നെ ബാറാണ്. പക്ഷെ അവിടുത്തെ ഒരു സ്റ്റാഫ് തന്നെ അങ്ങോട്ട് പോകല്ലേ, അത് ലേഡീസ് ടോയ്ലറ്റ് ആണെന്ന് പറഞ്ഞ് ചെങ്ങിനെ തടയുന്നു. ഇതേ ടീം ആ ലേഡീസ് ടോയ്ലറ്റിനകത്ത് ഒളിക്കാനായി ഏമെങ് പാടുപെട്ടോണ്ടിരിക്കുമ്പോ ജിന്നുവിന്റെ സഹായത്തോടെ അവൾക്ക് അവിടെ ഒളിക്കാനായി സാധിക്കുന്നുണ്ട്. അവനാകട്ടെ അവന്റെ കോട്ടൂരി അവളെ മറച്ച ശേഷം ഇവരേതാണ്ട് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആണ്. അവളുടെ മുഖം വ്യക്തമാവാത്ത രീതിയിൽ ഇവൻ അവളെ കവർ ചെയ്ത് അവളെ കിസ് ചെയ്യുന്ന കണക്ക് നിൽക്കുന്നു. ഇതേ ടീം അങ്ങോട്ടേക്ക് ചെങ് എത്തുമ്പോഴേക്കും അവൻ അവളെ കണ്ടുപിടിക്കാനും സാധിക്കുന്നില്ല. അവിടുത്തെ വിൻഡോ വഴി അവൾ എസ്കേപ്പ് ആയി കാണുമെന്ന് കരുതി ചെങ് അങ്ങനെ പോകുമ്പോ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് എന്ന് അവൾ പറയുന്നുണ്ട്. എന്റെ കോട്ട് ഊരി തന്ന എനിക്ക് പോകായിരുന്നു എന്നും പറഞ്ഞ് ജിന്നു കോട്ട് വാങ്ങി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവളാകട്ടെ എന്തുകൊണ്ടാണ് ചെങ്ങിന്റെ അടുത്തുനിന്ന് ഒളിച്ചെന്നറിയില്ല. എന്തായാലും ചെങ്ങ് പോയെന്ന് മനസ്സിലാക്കുന്ന അവൾ വീണ്ടും ജിന്നുവിനെ നോക്കി ചെല്ലുമ്പോഴേക്കും അവൻ അവിടെ സ്റ്റേജില് പാട്ടുപാടി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏമെങ് അവന്റെ പാട്ട് കേട്ട് ഭയങ്കരമായി ഇംപ്രസ്ഡ് ആയി ഇങ്ങനെ കേട്ട് നിൽക്കുന്നു. അങ്ങനെ അതിനുശേഷം അവനോട് അവൾ സംസാരിക്കാനായി ചെല്ലുമ്പോഴേക്കും പല പെൺകുട്ടികൾ അവന്റെ അടുത്ത് വന്ന് വിചാറ്റ് നമ്പറൊക്കെ മേടിക്കുമ്പോൾ അവനത് കൊടുക്കുന്നത് അവൾ കാണുന്നുണ്ട്. ഇതേ ടീം ജിന്നുവിന്റെ ഒരു കസിനും ആ ഒരു ബാറിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ആക്ച്വലി കസിനും ജിന്നുവും കൂടി ചേർന്നാണ് ഇപ്പോ ചെങ്ങിന്റെ അടുത്ത് നിന്ന് ഏമിങ്ങിനെ എന്തോ കാര്യം കൊണ്ട് എസ്കേപ്പ് ആക്കിച്ചത്. എന്താ കാര്യം ഇപ്പോഴും അറിയില്ല. എന്തായാലും അവിടെ വെച്ച് ജിന്നുവിനോട് ഏമിങ് സംസാരിക്കുമ്പോൾ ആന്റി അവളെ വീണ്ടും ഡോക്ടർ ഗവയുടെ കൂടെ ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ പോകാനായി നിർബന്ധിക്കുന്നുണ്ട്. അത് കാണുന്ന അവൾക്ക് അവളെക്കാളും പ്രായമുള്ള ആളുകളെ ഡേറ്റ് ചെയ്യാനൊന്നും ഒട്ടും താല്പര്യമില്ല. എല്ലാവരും അങ്ങനെയാണെന്നല്ല, എന്നാലും പൊതുവെ ഒരു നാട്ടുനടപ്പുണ്ടല്ലോ, പെൺകുട്ടികൾ പൊതുവെ അവരെക്കാളും പ്രായം കൂടിയ ആളുകളെ ഡേറ്റ് ചെയ്യാതെ പയ്യന്മാരെ ഡേറ്റ് ചെയ്യും, പയ്യന്മാരെ പ്രായം കുറഞ്ഞ പെൺകുട്ടികൾ. അങ്ങനെ ഒരു പൊതുവെ ഒരു നാട്ടുനടപ്പുണ്ട്. എല്ലാവരും അങ്ങനെയല്ല, എന്നാലും ഉണ്ട്. അപ്പൊ അതേ കണക്ക് അവൾക്ക് കുറച്ച് പ്രായം കുറഞ്ഞ പയ്യന്മാരെയാണ് താല്പര്യം. അവളാകട്ടെ നീ എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് അഭിനയിക്കാൻ വരുന്നുണ്ടോ? എന്തായാലും ഇപ്പൊ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്തില്ലേ, അതുകൊണ്ട് വീണ്ടും എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ ചോദിക്കുമ്പോൾ അവനാകട്ടെ അവൾ ഇവർക്കിടയിലെ പ്രായ വ്യത്യാസത്തിന്റെ കാര്യം എടുത്തു പറയുമ്പോൾ ഞാൻ നിന്നെക്കാളും ഒത്തിരി ഇളയതൊന്നുമല്ല, 2 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. അന്ന് ഷോപ്പില് ബില്ല് പേ ചെയ്യാനായി പേഴ്സ് വന്നപ്പോൾ ID കാർഡിൽ നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കണ്ടിരുന്നു. പിന്നെ എനിക്ക് നിന്നെ വീചാറ്റ് ആഡ് ചെയ്യാനോ ബോയ് ഫ്രണ്ട് ആയിട്ട് അഭിനയിക്കാനോ ഒന്നും താല്പര്യമില്ല. എനിക്ക് എന്നെക്കാളും പ്രായം കുറഞ്ഞ പെൺപിള്ളേരെ ഡേറ്റ് ചെയ്യാനായിട്ടാണ് താല്പര്യം എന്നും പറഞ്ഞ് അവൻ അവളെ റിജക്ട് ചെയ്ത് പോകുമ്പോൾ അവൾ എന്തായാലും അവിടെ നിന്ന് മടങ്ങി പോകുന്നുണ്ട്. ഈ ഒരു ടൈം പണ്ട് അവൾ താമസിച്ചിരുന്ന ആ ഒരു സ്ഥലത്തൂടെ ഒക്കെ നടക്കുമ്പോൾ പഴയ ചില ഓർമ്മകൾ അവളുടെ മനസ്സിൽ വരുന്നുണ്ട്. ഏമിങ്ങും ഫാങ്ങും ചെങ്ങും പണ്ട് സുഹൃത്തുക്കളായിരുന്നല്ലോ ആ ഒരു ടീം. പക്ഷെ ഇവർ സമപ്രായക്കാരായിരുന്നില്ല, പ്രായ വ്യത്യാസം കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ഫാങ് ഇവരൊക്കെക്കാളും കുറച്ചുകൂടെ മൂത്തതാണ്. അങ്ങനെ ഇതിന്റെ ഇടയിൽ ചെങ്ങ് പല പരിപാടികളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയായിരുന്നു. അതായത് ഓരോ ഉടായ്പ പരിപാടികളൊക്കെ ചെയ്ത് അവൻ അതിന്റെ പേരിൽ കുറെ പ്രശ്നവും അടിയിടിയും മറ്റു ചില കുട്ടികളുമായിട്ട് പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ ഫാങ് ജോലിക്കായി പോകുന്നു, ഏമിങ് അവളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതിന്റെ ഇടയിൽ ചെങ്ങ് ഇപ്പൊ വീണ്ടും ഉടായ്പ പരിപാടികളൊക്കെ ആയിട്ട് നടക്കാണ്. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വരുന്ന ഏമിങ് ചെങ്ങിനെ കുറച്ചുപേര് എപ്പോഴത്തെ കണക്ക് കൊണ്ടുപോകുന്നത് കാണുന്നുണ്ട്. എപ്പോഴും അവന് ഇവരുമായിട്ട് അടിയിടിയൊക്കെയാണ്. അവനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മട്ടില് അവളെ വളരെ ദയനീയമായി നോക്കുന്നുണ്ടെങ്കിലും അവൾ ഹെൽപ്പ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് അവന് ശരിക്ക് പണി കിട്ടുകയും അവന്റെ ദേഹത്ത് അതിന്റെ നല്ല മുറിപ്പാടുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പെർമനന്റ് സ്കാർ മുഖത്താവുമ്പോൾ അവന് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും അതിന്റെ ഭയങ്കരമായ ഒരു കലിപ്പ് അവളോടുണ്ടായിരുന്നു. ആ ഒരു ഇൻസിഡന്റിന് ശേഷം അവൻ ഇവളെ അങ്ങനെ കണ്ടിട്ടേ ഇല്ല, ഇവളെ കൈ കിട്ടാനായിട്ട് നോക്കിയിരിക്കുകയാണ്. ഇവളൊന്നും മനസ്സിൽ വിചാരിച്ചെങ്കിൽ തനിക്ക് അന്ന് ഈ പാട് മുഖത്ത് വരില്ലായിരുന്നു എന്നാണ് അവന്റെ ഉള്ളിലെ ദേഷ്യം. അതിപ്പോ മനസ്സിലാക്കുന്ന അവൾ അവനെ അടുത്ത ദിവസം ബാറിൽ ചെന്ന് കാണുന്നുണ്ട്. ഞാനന്ന് നിന്നെ സത്യത്തിൽ ഹെൽപ്പ് ചെയ്തിരുന്നു, അത് നീ അറിയാത്തതാ. നിന്നെ ആദ്യം അവർ കൊണ്ടുവന്ന് കണ്ടപ്പോൾ എപ്പോഴത്തേം കണക്കാണെന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ പിന്നെ പന്തുകേട് തോന്നിയപ്പോൾ ഞാൻ പോലീസിനെ വിളിക്കാന്ന് വിചാരിച്ച. പക്ഷെ നിന്നെ ഉപദ്രവിക്കാൻ നോക്കുന്നവരെ പോലെ തന്നെ നീയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലോ, അതുകൊണ്ട് പോലീസ് വന്നാൽ നീയും പ്രശ്നത്തിലാവുന്ന അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചത് പറയുന്നവൾ. ഈ ഒരു പാടിന്റെ കാര്യത്തിൽ നിനക്ക് എന്നോട് ഇപ്പോഴും കലിപ്പാണെങ്കിൽ ഇന്നാ നീ എന്നെ മുറിപ്പെടുത്തെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന കത്തിയെടുത്ത് അവന്റെ കൈ കൊടുക്കുമ്പോൾ അവൻ അവളെ ആക്ച്വലി കുത്താനായി ചെല്ലുന്നുണ്ടെങ്കിലും, അതായത് മുഖത്ത് ഒരു പാട് തന്നെ കണക്ക് അവൾക്കും വരണം എന്ന രീതിക്ക് കുത്താനായി ചെല്ലുമ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തുന്ന ജിന്നു അത് തടയാണ്. തടയുന്നതിന്റെ ഇടയിൽ എന്ത് തന്നെ ആണെങ്കിലും ഒരു പെണ്ണിനോട് ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ലാന്ന് അവന്റെ മുതലാളിയായ ചെങ്ങിനോട് പറഞ്ഞുകൊണ്ടാണ് അവൻ തടയുന്നത്. പക്ഷെ ചെങ്ങ് അടങ്ങാതെ കത്തിയിൽ ഇങ്ങനെ പിടിച്ചു ബലവായി തന്നെ നിൽക്കുമ്പോൾ തടയാൻ നോക്കുന്ന ജിന്നുവിന്റെ കയ്യിൽ പരിക്കേൽക്കുന്നുണ്ട്. എന്തായാലും ഇത് കണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന ചെങ്ങിന്റെ സിസ്റ്ററായ ജിങ് ചെങ്ങിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. അപ്പോഴേക്കും ജിന്നുവിന്റെ കയ്യിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നല്ലോ. അവൻ പക്ഷെ അത് കാര്യമാക്കാതെ അവിടെ നിന്ന് പോകുമ്പോൾ ഏമിങ് തന്നെ ഇപ്പോ ജിന്നു എത്തി തടഞ്ഞത് കൊണ്ട് മാത്രമാണ് ചെങ്ങ് പരിക്കേൽപ്പിക്കാതിരുന്നത് എന്ന ഒരു കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ താങ്ക്സ് പറയാനായി അവന്റെ പുറകെ പോകുന്നുണ്ട്. അവൻ പക്ഷെ അവളെ വലിയ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കാണുന്നവൾ എന്നാലും എന്നെ ഇത്രയും മൈൻഡ് ചെയ്യാതെ നടക്കുന്ന നീ ആ ജിയാങ്ങിനെ എങ്ങനെ ഡേറ്റ് ചെയ്തു എന്നാ ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് അതിശയം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ കളിയാക്കുന്ന
കണക്ക് സംസാരിക്കുമ്പോൾ എന്തായാലും ജിയാങ് നിന്നെക്കാളും പ്രിറ്റിയാണ്, അതുകൊണ്ട് ഡേറ്റ് ചെയ്തു, അങ്ങനെ വിചാരിച്ചാൽ മതിയെന്നും പറഞ്ഞു ജിന്നു അവിടെ നിന്ന് ഇവളെ കളിയാക്കുന്ന കണക്ക് സംസാരിച്ചു പോകുമ്പോഴേക്കും അവൾ ഇത് കേട്ട് ചിരിക്കണോ കരയണോ എന്നറിയാത്ത ഒരു എക്സ്പ്രഷനിൽ അവിടെ അങ്ങനെ നിൽക്കാണ്. അങ്ങനെ അവിടെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അടുത്ത എപ്പിസോഡ് മൂവി മാനിയ റീലോഡഡ് എന്ന നമ്മുടെ ചാനലിലാണ് അപ്ലോഡ് ചെയ്യുക. ഈ ചാനലിൽ നമ്മൾ നാളെ എക്സോക്കിറ്റി സീസൺ 3യുടെ ബാക്കി എപ്പിസോഡ്സ് ആയിരിക്കും ഇടുക. അപ്പൊ നമുക്ക് വേഗം തന്നെ പുതിയ വീഡിയോസുമായി കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും കാണും വരെ ബൈ.